ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇത് നമ്മളെ ബ്രെഡ് പൊക്കവട ഉണ്ടോ. ഉള്ളിവടൻ്റെ പോലെ തന്നെ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്ന വേറെ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് വല്യുള്ളി, അത് കുനുകുനാന്ന് അരിയണം കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ട് കുനുകുനാന്നായില്ല, എന്നാലും ഒപ്പിച്ചെടുക്കാം. അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കുറച്ച് ഇട്ടെടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഓവർ ഇടണ്ട, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതലിടാം. ഞാൻ ആകെ 1 ടീസ്പൂൺ എടുത്ത്, പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടേണ്ട ആവശ്യമുണ്ടാവുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ പിന്നെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, എന്നാലും ഇട്ടാൽ മതി. അങ്ങനെ അതേ കുറച്ചും കൂടി കുനുകുനാന്നാവണം കേട്ടോ. ഇതിൻ്റെ കുറച്ച് വലിപ്പം കൂടി പോയി, എന്താണെന്നറിയില്ല. ഞാൻ എന്തരിഞ്ഞാലും കുനുകുനാന്ന് കിട്ടൂല ഗൈസ്. അങ്ങനെ അതേ നമ്മളത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കിയാണ്ട് ഇടുക, വെറുതെ കണ്ട് ഉരുളാക്കിയാണ്ട് ഇട്ടാൽ മതി ഗൈസ്. എണ്ണയ്ക്കിട്ട് നല്ല പോലെ പൊരിച്ചെടുക്കുക. പിന്നെ ഫുള്ള് സ്പീഡിലിട്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്, കാരണം ഉള്ളു വേവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ സംഭവം ഇങ്ങനെ കിട്ടും കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.